ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മൾ വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള കാട്ടിൽ മേക്കത് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലാണ്. കൊല്ലം ജില്ലയിലെ ചവറയ്ക്ക് സമീപം പത്മനയിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഒരു പരാശക്തി ക്ഷേത്രമാണ് പത്മന കാട്ടിൽ മേക്കത് ശ്രീ ഭഗവതി ക്ഷേത്രം, അഥവാ കാട്ടിൽ മേക്കത് ശ്രീ ഭഗവതി ക്ഷേത്രം മണികെട്ടമ്പലം എന്നും അറിയപ്പെടുന്നു. ജങ്കാറിൻ്റെ സഹായത്തോടെ നമുക്ക് അമ്പലത്തിനടുത്തോട്ട് പോകാം. ഇവിടെയാണ് വെയിറ്റിംഗ് ഏരിയയും കാര്യങ്ങളും വരുന്നത് കേട്ടോ. ഇവിടെയാണ് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വെയിറ്റ് ചെയ്യുന്ന ഏരിയ. നമുക്ക് തിരക്കുള്ള ദിവസം 2 ജങ്കാറും തിരക്കില്ലാത്ത ദിവസങ്ങളാണെങ്കിൽ 1 ജങ്കാറുമാണ് കേട്ടോ. ഈ ജങ്കാറിന് അവിടെ പോയതിന് ശേഷമാണ് അവിടെയുള്ള ആൾക്കാർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുന്നത്. പിന്നീട് സൈഡിൽ കൂടെ കടത്തുവള്ളങ്ങളുണ്ട്. അത് രാത്രി പിന്നീടില്ല, രാവിലെയൊക്കെയാണ് ഉള്ളത് ഏറ്റവും കൂടുതലും. രാത്രിയായി കഴിഞ്ഞാൽ നമുക്ക് കടത്തുവള്ളങ്ങളില്ല. ഇനി അമ്പലത്തിൻ്റെ ബാക്കി വിശേഷങ്ങൾ നോക്കാം. ജില്ലാ ആസ്ഥാനത്ത് നിന്ന് 18 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സാക്ഷാൽ ആദിപരാശക്തിയും ജഗദീശ്വരിയുമായ ശ്രീ ഭദ്രകാളിയെയാണ് കാട്ടിലമ്മ അഥവാ കാട്ടിൽ മേക്കതിലമ്മ എന്നറിയപ്പെടുന്നത്. പ്രത്യേക പ്രാധാന്യത്തോടെ ദുർഗാ ഭഗവതിയും ഇവിടെ ആരാധിക്കുന്നു. കായലിനും കടലിനും മധ്യം സ്ഥിതി ചെയ്യുന്ന അപൂർവ ക്ഷേത്രത്തിലെ ഒന്നാണ് കാട്ടിൽ മേക്കതി ഭഗവതി ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ ഒരു വശത്ത് അറബിക്കടലും മറുവശത്ത് ടി.എസ്. കനാലും സ്ഥിതി ചെയ്യുന്നു. ക്ഷേത്ര ഭരണസമിതി ഏർപ്പെടുത്തിയ പ്രത്യേകം ജങ്കാറിലൂടെ ഇവിടെ എത്തിച്ചേരാവുന്നതാണ്. ക്ഷേത്രത്തിൽ നിന്ന് സമീപമുള്ള ആൽമരത്തിൽ പ്രത്യേകം പൂജിച്ചു നൽകുന്ന മണി നാമജപത്തോടെ പ്രദർശനം ചെയ്ത് കെട്ടുന്നത് ഇവിടുത്തെ പ്രസിദ്ധമായ ഒരു വഴിപാടാണ്. ക്ഷേത്രം മണികെട്ടമ്പലം എന്നറിയപ്പെടുന്നതിന് കാരണം ഒന്ന് ഇത് തന്നെയാണ്. മനസ്സിൽ ന്യായമായി എന്താഗ്രഹിച്ചുകൊണ്ടും മണി കെട്ടുന്നുവോ അത് നടക്കുമെന്നാണ് വിശ്വാസം. വൃശ്ചികോത്സവം ഇവിടുത്തെ അതിപ്രധാനമാണ്. വൃശ്ചികം മാസത്തെ 1 മുതൽ 12 വരെയുള്ള ദിവസങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അമ്പലത്തിലെ പ്രത്യേക ദിവസങ്ങളെന്ന് പറയുകയാണെങ്കിൽ ചൊവ്വ, വെള്ളി, പൗർണമി, അമാവാസി ദിവസങ്ങളാണ് പ്രധാനം. നവരാത്രി, തൃക്കാർത്തിക, ദീപാവലി, മണ്ഡലകാലം തുടങ്ങിയവ വിശേഷ ദിവസങ്ങളാണ് അമ്പലത്തിലെ. അമ്പലത്തിൻ്റെ ഭൂപ്രകൃതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കൊല്ലം ജില്ലയിലെ പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലിനും ടി.എസ്. കനാലിനും മധ്യം വൃക്ഷങ്ങൾ ധാരാളമുള്ള ഒരു തുരുത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വിശാലമായ മണൽപ്പരപ്പിന് നടുവിൽ ക്ഷേത്രം നിൽക്കുന്നത് കാണാൻ അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. 2004 സുനാമി ദുരന്തമുണ്ടായപ്പോൾ പരിസര പ്രദേശം മുഴുവൻ കടൽക്ഷോഭത്തിനിരയായിട്ടും ക്ഷേത്രത്തിന് കേടുപാടുകൾ സംഭവിച്ചില്ല. അതൊരു വലിയൊരു അത്ഭുതം തന്നെയായിരുന്നു ഈ കാട്ടിൽ അമ്പലത്തിലെ. അങ്ങനെ നമ്മൾ ജങ്കാറ് വഴി തൊട്ടടുത്തുള്ള അമ്പലത്തിലോട്ടുള്ള എൻട്രിയിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് നടക്കാൻ കുറച്ച് ദൂരമുണ്ട് അമ്പലത്തിലോട്ട്. ഇത് പറഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പോകാം. അമ്പലത്തിലെ പ്രതിഷ്ഠയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കാട്ടിലമ്മ അല്ലെങ്കിൽ കാട്ടിൽ മേക്കതിലമ്മ എന്ന പേരിൽ അറിയപ്പെടുന്ന ശ്രീ ഭദ്രകാളിയാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. ദാരികപദം കഴിഞ്ഞ ഭാവം ഉഗ്രമൂർത്തിയാണ്. കൊടുങ്ങല്ലൂരമ്മയുടെ ചൈതന്യം ഉൾക്കൊള്ളുന്ന ഭഗവതിയാണ് ഇതെന്നുള്ള ഐതിഹ്യം. മഹാഗണപതി, ദുർഗാ ഭഗവതി തുടങ്ങിയവ ഉപദേവതകളും ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു. ദുർഗാ ഭഗവതി പ്രത്യേക ക്ഷേത്രത്തിലാണ് ഇരിക്കുന്നത്. പണ്ട് ഞങ്ങൾ അമ്മയുടെ കൂടെ കാട്ടിലമ്പലത്തിൽ വരുമ്പം ഇത്രയും കടകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓരോ വർഷം വരുമ്പോഴത്തേക്ക് അമ്പലത്തിൻ്റെ ചൈതന്യവും ശക്തിയും കൂടുന്നതനുസരിച്ച് വിശ്വാസവും കൂടുന്നു. അതനുസരിച്ച് ചുറ്റുപാടുമുള്ളവരുടെയും ഓരോ കാര്യങ്ങളായിട്ട് തുടർന്നു. ഇപ്പം ബെജ്ജിക്കട, കടൻ്റെ അടുത്ത് ബെജ്ജിക്കട അങ്ങനെയുള്ളതൊന്നും ഞങ്ങൾ പണ്ട് കാലത്ത് വന്നപ്പോൾ ഇല്ല. ഇത്രയും കടകളൊന്നും ഇല്ല. ആ ഫ്രണ്ടിലൊക്കെയുള്ള കുറച്ച് ലോട്ടറി കടകൾ അങ്ങനെയൊക്കെയുള്ള കൊച്ചു കടകളേ ഉള്ളായിരുന്നു. ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ഒരു ആചാരം തന്നെയാണ് മണികെട്ടൽ ചടങ്ങ്. ക്ഷേത്രത്തിൽ നിന്ന് പ്രത്യേകം പൂജിച്ചു തരുന്ന മണി ഇവിടെയുള്ള പേരാലിൽ കെട്ടി പ്രാർത്ഥിച്ചാൽ ആഗ്രസാഫല്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. മരത്തിന് ചുറ്റും 7 തവണ ദേവീനാമം ജപത്തോടെ പ്രദക്ഷിണം ചെയ്യുന്നതിന് ശേഷമാണ് മണി കെട്ടുക. ഇങ്ങനെ 3 തവണ വന്ന് മണി കെട്ടണമെന്നാണ് വായ്പ. ഒരുപാട് ഭക്തർ വ്രതശുദ്ധിയോടെ അമ്പലത്തിൽ വന്ന് ഈ മണിയെ കെട്ടാറുണ്ട്. അങ്ങനെ ഇവിടെ എത്തി അവരുടെ ആഗ്രഹങ്ങൾ പ്രവൃത്തിയാക്കുന്നു. പ്രത്യേക വിശേഷ ദിവസങ്ങളാണെങ്കിൽ മണികെട്ടൻ്റെ അടുത്ത് ഒരു പ്രത്യേക ക്യൂ തന്നെയാണ് കേട്ടോ. ഒടുക്കത്തിടിയായിരിക്കും ചില ദിവസങ്ങളിൽ, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. പക്ഷേ ഇന്നത്തെ ദിവസം അമ്പലത്തിൽ ആൾ കുറവാണ് വന്നിരിക്കുന്നത്. അതൊരു ഭാഗ്യം തന്നെയാണെന്ന് തോന്നുന്നു. ഇന്ന് നമുക്കിനി നടന്ന് നീങ്ങാം. ഏറ്റവും മുകളിൽ കാണുന്ന നല്ലൊരു കാഴ്ച തന്നെയാണ്. വൈകുന്നേരത്തെ ഒരു മഴ ചെറിയ രീതിയിൽ പെയ്യാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. നല്ല തണുത്ത കാറ്റും കാര്യങ്ങളും ഉണ്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ.
ആ ഭാഗത്തായിട്ടാണ് നമ്മുടെ കടലൊക്കെ വരുന്നത്. പണ്ട് ഇത്രയും കടകളും കാര്യങ്ങളും ഒന്നും ഇവിടെ ഇല്ലായിരുന്നു. ഒരു തരിശ് ഭൂമി പോലെ കിടന്നൊരു സ്ഥലമായിരുന്നു. എന്തായാലും അമ്പലം വളർന്നതനുസരിച്ച് അവിടെയുള്ള വിശ്വാസങ്ങളും വളരുന്ന പോലെ തന്നെ അവിടെയുള്ള ചുറ്റുപാടും വളരുക എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇപ്പോൾ ഈ കാട്ടിൽ അമ്പലം വളർന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ വർഷവും വൃശ്ചിക മാസത്തിൽ നവംബർ ഇവിടെ ഉത്സവം നടക്കാറുണ്ട്. വൃശ്ചിക മാസം 1-12 ദിവസം കൊടിയേറി സമാപിക്കുന്നു. 12 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിൽ ഭക്തർ ക്ഷേത്ര പരിസരത്തുള്ള കുടിലുകളിൽ താമസിച്ചു ഭഗവതിയെ ജപിക്കുന്നു. 12 ദിവസം ഭഗവതിയുടെ തിരുമുടി ഭക്തരുടെ ഭജന കുടിലുകളിലേക്ക് സമീപം എത്തുന്നു. ഈ സമയം അവിടെ നിൽക്കുന്നവരുടെ ദുഃഖങ്ങൾ ഭഗവതി പരിഹരിക്കുന്നു എന്നാണ് വിശ്വാസം. ഈ ഉത്സവത്തിൽ പങ്കെടുക്കുവാൻ തമിഴ്നാട്, കന്യാകുമാരി എന്നിവിടങ്ങളിൽ നിന്ന് പോലും ധാരാളം ഭക്തർ എത്തുന്നു. ഉത്സവ സമയത്ത് ഭക്തർക്ക് താമസിക്കുവാൻ ആയിരക്കണക്കിന് ചെറിയ കുടിലുകളാണ് ക്ഷേത്ര പരിസരത്ത് നിർമ്മിക്കുന്നത്. ഉത്സവത്തോടനുബന്ധിച്ച് തോറ്റമ്പാട്ട്, വിശേഷങ്ങൾ, പൂജകൾ, അന്നദാനം എന്നിവ നടന്നു വരുന്നുണ്ട്. തിരുമുടി ആറാട്ട് എന്നിവ ആ ദിവസങ്ങളിലാണ് നടക്കാറുള്ളത്. അമ്പലത്തിൻ്റെ അകത്തോട്ടുള്ള വിഷ്വൽസും കാര്യങ്ങളും നമുക്ക് പകർത്താൻ പറ്റില്ല, ക്യാമറ അലൗഡ് അല്ല. ഇത് വെളിയിൽ നിന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മളുടെ പ്രാർത്ഥിച്ച് വന്ന് നമ്മൾ 7 വലം വെച്ച് 3 തവണയായിട്ട് വന്ന് നമ്മൾ കെട്ടുന്ന ആൽമരം സ്ഥിതി ചെയ്യുന്നത്. അമ്പലത്തിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് കേട്ടോ. ചൊവ്വ, വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലെ എല്ലാ മാസത്തിലും ഇവിടുത്തെ തിരക്ക് അന്യായമാണ്. അന്നാണ് ഈ അമ്പലത്തിലെ ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള മാസങ്ങളിലെ ദിവസങ്ങളായിട്ട് വരുന്നത്. ഈ മണിയും കാര്യങ്ങളും നമ്മൾ കൊണ്ടുവരണോ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയാണ് കേട്ടോ. നമ്മുടെ അമ്പലത്തിലെ കൗണ്ടറിൽ നിന്ന് നമ്മുടെ പേരും നമ്മുടെ നാളും പറഞ്ഞാണ് നമുക്ക് അമ്പലത്തിൽ നിന്നാണ്, കൗണ്ടറിൽ നിന്നാണ് മണി തരുന്നത്. അത് നമ്മൾ അമ്പലനടയിൽ കൊണ്ട് വെച്ച് പൂജിച്ചാണ് മേടിക്കേണ്ടത്. അതിനുശേഷം പ്രത്യേക കൗണ്ടറുകൾക്ക് നമുക്ക് തരുന്ന ബോക്സ് ഉണ്ടല്ലോ, അതിന് ഓരോ കൗണ്ടർ എടുത്ത് അവിടെ കണ്ട പച്ച, ചുവപ്പ് അങ്ങനെയുള്ള അതേപോലത്തെ തിരക്കുള്ള ദിവസങ്ങളിൽ ആ പെട്ടി ഏതാണെന്ന് നമ്മൾ തരുന്ന പെട്ടി ഏതാണെന്നുള്ള കാര്യം നമ്മൾ ഓർമ്മയിൽ വേണം. അതിൻ്റെ അടുത്താണ് നമ്മൾ പൂജിച്ച് തിരുമേനിമാർ അവിടെ കൊണ്ടുപോയി കൊടുക്കും. നമ്മുടെ പേര് വിളിച്ചതിന് ശേഷമാണ് നമുക്ക് അവിടെ നിന്ന് മണി തരുന്നത് കേട്ടോ. ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ്. ആ മണികൾ തന്നെ അവിടെ കെട്ടിയിട്ടേക്കുന്ന കാണാം. എന്ത് നല്ല ആഗ്രഹങ്ങളോട് ഓരോരുത്തരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമാണ് കിടക്കുന്ന ഒരു ഭംഗിയോടെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അമ്മയോട് കരഞ്ഞ് എന്തൊരു കാര്യം പറഞ്ഞാലും അമ്മ അത് കേൾക്കും, അത് നടത്തി തരുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് എല്ലാവരും ഈ അമ്മയുടെ മുന്നിൽ വന്ന് കരഞ്ഞപേക്ഷിച്ച് ഓരോ കാര്യങ്ങളായി പറയുന്നത്. അമ്പലം പണി കഴിഞ്ഞിട്ട് അധികം വർഷങ്ങളൊന്നും ആവുന്നില്ല. ഇത് പുതിയ അമ്പലമാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. നമുക്കിനി ബാക്കി ഓരോ കാര്യങ്ങൾ നോക്കിയാലോ. അമ്പലത്തിൻ്റെ പ്രധാന ദിവസങ്ങൾ പറയുകയാണെങ്കിൽ ചൊവ്വ, വെള്ളി, ശനി, പൗർണമി, അമാവാസി, ജന്മ നക്ഷത്ര ദിവസം, മലയാളം ഇംഗ്ലീഷ് മാസത്തിലെ 1-ാം തീയതി തുടങ്ങിയവ ദർശനത്തിന് അനുയോജ്യമായ ഒരു കാര്യം തന്നെയാണ്. ഇവിടെയാണ് കേട്ടോ ഒരു ബോക്സ് വരുന്ന പച്ച പെട്ടി. അങ്ങനെ ഓരോ കളറുണ്ട്, തൊട്ടടുത്ത് തന്നെ ഉണ്ട് ചന്ദന കളറ്. അങ്ങനെ ഓരോ കളറ് ഓരോ പെട്ടി കണ്ട് തിരക്ക് കൂടുന്നതനുസരിച്ച് നമുക്ക് ഏത് പെട്ടിക്കകത്താണോ ചുമപ്പ്, ഏത് പെട്ടിക്കകത്താണോ നമുക്ക് തരുന്നത് ആ പെട്ടിയുടെ കളർ ഓർമ്മയാണ്. നീല പെട്ടിയാണ് ഓപ്പോസിറ്റ് സൈഡുള്ളത്. ആ തിരക്കുള്ള ദിവസങ്ങളിൽ അവിടെ ആയിരിക്കും ആ പെട്ടി നമുക്ക് കാണാൻ കഴിയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പേരും നാളും ആ പെട്ടിയുടെ അടുത്തായിരിക്കും നമ്മളെ വിളിക്കുന്നത്. വെയിറ്റ് ചെയ്യാനുള്ള ഒരു ഏരിയ ഒക്കെ കൊടുത്തേപ്പോൾ ഉണ്ട്. ഇന്ന് തിരക്കില്ലാത്തതുകൊണ്ട് ഒരു സ്ഥലത്ത് മാത്രമാണ് ഇത് കൊടുക്കുന്നത്. തിരുമേനി വന്ന് നമ്മുടെ പേരും നാളും വിളിച്ച് നമുക്ക് തരുന്നതായിരിക്കും. പൊതുവെ ചൊവ്വ, വെള്ളി, ഞായർ, ശനി ദിവസങ്ങളിൽ ഭക്തജനങ്ങൾക്ക് കൂടുതലായിട്ട് നമുക്ക് കാണപ്പെടുന്നതായിരിക്കും. ഇതിൽ നിന്ന് പൂജിച്ച് തരുന്ന മണികൾ മേടിച്ചാണ് നമ്മൾ അവിടെ പോയി കിട്ടുന്നത്. അമ്പലത്തിലെ രസീതും കാര്യങ്ങളും എഴുതുന്ന ഓഫീസാണ് കേട്ടോ നമ്മൾ ആ നേരെ കാണുന്നത്. അവിടെ നിന്നാണ് നമ്മുടെ അമ്പലത്തിലോട്ടുള്ള രസീത് മേടിച്ചുകൊണ്ട് വന്ന് തിരുമേനി കൊടുത്ത് തിരുമേനി പൂജിച്ച് നമ്മൾ ഈ ബോക്സ് ഓരോ സൈഡിലും ഏതൊക്കെയാണോ കളറ് അതിൻ്റെ അടുത്ത് നമ്മൾ പോയി നിൽക്കുക, നമ്മുടെ പേര് നാളും വിളിച്ച് നമുക്ക് തരുന്നതാണ്. അതിനുശേഷം ആ പേരാലിൻ്റെ ചുറ്റിപ്പോയി നമുക്ക് കെട്ടിയാൽ മാത്രം മതി. 7 വട്ടമാണ് വലം വെക്കേണ്ടത് കേട്ടോ. ഇതേപോലത്തെ ചുമന്നയാണ് നമുക്ക് കിട്ടിയത് കേട്ടോ. അങ്ങനെ ഇതിൻ്റെ ചുറ്റും 7 പ്രാവശ്യം നമ്മൾ വലം വെച്ച് 3 തവണ കെട്ടുമ്പോഴാണ് നമ്മൾ ആഗ്രഹിച്ച കാര്യം പൂർത്തിയാവുന്നത്. 7 തവണ വലം വെക്കുമ്പോഴും നമ്മൾ പറയുന്ന ആഗ്രഹങ്ങൾ മനസ്സിൽ പറഞ്ഞുകൊണ്ടോ നാമജപങ്ങൾ പറഞ്ഞുകൊണ്ടോ ഇതിന് ചുറ്റും നമ്മൾ ചെയ്യേണ്ടതാണ് കേട്ടോ. ഇന്നെന്തോ ഭാഗ്യത്തിന് വലിയൊരു തിരക്കിലായിരുന്നു. അമ്പലത്തിൻ്റെ ക്യൂവിലും നിൽക്കേണ്ടി വരുന്നില്ല. അമ്പലത്തെ ദേവിയെ നല്ല രീതിയിൽ തൊഴാനും പ്രാർത്ഥിക്കാനും പറ്റി. അങ്ങനെ മണി കെട്ടാനും നല്ല രീതിയിൽ തന്നെ സാധിച്ചു, തിരക്കില്ലാത്തത് കൊണ്ട് തന്നെ.
ബസ്സിൽ വരുന്നവർക്കാണെങ്കിൽ ചവറയിൽ ഇറങ്ങിയ അവിടുന്ന് നമുക്ക് കാട്ടിൽ അമ്പലത്തിലോട്ട് ബസ്സുകൾ സൗകര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ കരുനാഗപ്പള്ളി ഡിപ്പോയിൽ നിന്നും കാട്ടിൽ അമ്പലത്തിലോട്ട് പ്രത്യേകം സർവീസുകളുണ്ട്. അടുത്തുള്ള വരുന്ന റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ KSRTC സ്റ്റാൻഡും കാര്യങ്ങളും വരുന്നത്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് യാത്ര ചെയ്ത് നമ്മുടെ കാട്ടിൽ അമ്പലത്തിൽ ചെല്ലാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് കാട്ടിലമ്പലത്തിൽ എത്തിച്ചേരാവുന്നതാണ്. നമ്മുടെ ചാനലും കാര്യങ്ങളും നിങ്ങൾ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോസും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലും കാര്യങ്ങളും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അടിക്കാനും മറക്കരുത്. പുതിയൊരു അമ്പല വീഡിയോ ആയിട്ടും തിയേറ്റർ വീഡിയോ ആയിട്ടും ഉത്സവ വീഡിയോ ആയിട്ടും വരുന്നിടം വരെ നിങ്ങളുടെ സ്വന്തം നിതിൻ. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ വിട്ടുപോയിട്ടുണ്ട്. നമ്മൾ പറയുന്ന കാര്യം നടക്കുകയാണെങ്കിൽ ഓരോരുത്തർ ഓരോ നേർച്ച പറയും. ഇവിടെ അങ്ങനെ ഒരു നേർച്ചകളുണ്ട്, പായസ നേർച്ചയുണ്ട് കേട്ടോ. നമ്മൾ പറയുന്ന കാര്യങ്ങൾ നടക്കുമ്പോൾ അമ്പലനടയിൽ വന്ന് നമ്മൾ പായസം ഇടുന്ന ആ ഒരു നേർച്ചയാണ് അവിടെ നടക്കുന്നത്. ഇതാണ് നമ്മൾ മണികെട്ട് നടക്കുന്ന സ്ഥലം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആകുന്നു. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി, ശുഭനിദ്ര. ബൈ. കാട്ടിലമ്പലത്തിലോട്ട് എങ്ങനെ എത്തിച്ചേരാമെന്നുള്ള ഒരു ചെറിയൊരു വഴിയുടെ കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഏത് സ്ഥലത്തു നിന്നാണ് വരുന്നതെന്നുള്ള കാര്യങ്ങൾ ഇതിൽ നോക്കുക. വിശദമായിട്ട് നിങ്ങൾക്ക് എത്തിച്ചേരാവുന്നതാണ്.